ഒരർത്ഥത്തിൽ മലയാളിയുടെ ഒരു പിറന്നാളാണ് ഓണം. ഒരു കാർഷിക സംസ്കാരത്തിൻ്റെ എല്ലാ സൗന്ദര്യവും ഉൾക്കൊള്ളുന്ന ശക്തമായ ഒരു മിത്തിൻ്റെ പിൻബലമുള്ള അപൂർവസുന്ദരമായ ഒരു ഉത്സവമാണ് ഓണം. ഈ ഓണത്തിന് ഒരു പിറന്നാളിനെക്കുറിച്ചുള്ള കവിത ഞാൻ വായിക്കാം. പിറന്നാൾ ദിവസം പുലർച്ചെ വിരലുകൾ വിടർത്തിക്കാട്ടി മകൾ ഓടി വരുന്നു. അച്ഛാ, ഈ വിരലുകൾക്ക് 3 വയസ്സായോ? 3-ാം വയസ്സ് വിരലറ്റത്തോളം എത്തിയോ എന്നുറപ്പില്ലെങ്കിലും പുലർന്നു വരുന്നല്ലേ ഉള്ളൂ. ഞാൻ പറഞ്ഞു, ഈ കാക്കപ്പുള്ളിക്കോ അതിനും. അവൾക്കതത്ര ഇഷ്ടമായില്ലെന്ന് തോന്നി. അതെനിക്കൊപ്പം വളരണ്ട. കണ്ടവർ അവളേക്കാൾ കവിളിലെ കാക്കപ്പുള്ളിയെ ലാളിച്ചു. കവിളിൽ ആരെങ്കിലും തൊടുന്നത് അവൾക്ക് ഇഷ്ടവുമല്ല. അതിയായ ഏകാഗ്രതയോടെ ക്ഷൗരം ചെയ്യുമ്പോൾ മാത്രം കേൾക്കുന്ന തീവണ്ടി ഒച്ച വ്യക്തമായി കേൾക്കാം. അവളെന്നെ വേദനയാകും വിധം തോണ്ടി വിളിച്ചു, ഇതൊന്ന് ഷേവ് ചെയ്ത് തരുമോ? ഈ കാലിന് 3 വയസ്സായോ? വിശ്വാസക്കുറവുള്ള ഒച്ചയിൽ കാല് ഉയർത്തി കാട്ടുന്ന സാഹസത്തിൽ വെള്ളം നിറച്ചു വെച്ച പാത്രം മറിഞ്ഞ് മേശപ്പുറമാകെ നനഞ്ഞു. മിക്കവാറും അവൾക്കൊപ്പം അതോടിയെത്താൻ തുടങ്ങിയിട്ട് 1.5 കൊല്ലമേ ആയിട്ടുള്ളൂ. അതും തുടക്കത്തിൽ സംശയിച്ച് അതിനും എത്രയോ മുമ്പേ അവൾ ഓടിത്തുടങ്ങി. ഈ പല്ലിനോ? അവളുടെ അമ്മ ഇടപെട്ടു. 2 എണ്ണത്തിന് 2.25 വയസ്സ്. ഓരോന്നിനും 1, 1.5, 1.25. ഇതിന് 3 മാസം. എൻ്റെ കുഞ്ഞു വാവ. അമ്മയുടെ വിരലുന്തി മാറ്റി അവളതിൽ തൊട്ടു നോക്കി. ഈ കാതിനോ? എനിക്കറിഞ്ഞുകൂടാ. അതേ വാക്കിൽ ഇന്നലെ കേട്ടതല്ല അവൾ ഇന്ന് കേട്ടത്. ഈ കണ്ണിന് അറിഞ്ഞുകൂടാ. അതേ വസ്തുവിൽ ഇന്നലെ കണ്ടതല്ല അവൾ ഇന്ന് കണ്ടത്. അവൾ പറയുന്ന വാക്കിന് അവളോളമല്ല വയസ്സ്. ചിലതിന് 500 1000. അവളിപ്പോൾ നിത്യവും കതിരിടുന്നു. പലതും അനേക വർഷങ്ങൾക്ക് മുമ്പ് ആരോ വിതച്ചത്. അപ്പോൾ എനിക്ക് മാത്രമോ 3 വയസ്സ്? അതെ എന്ന് പറയണോ? നിന്നിൽ ഒന്നും 3 കൊല്ലം പോലും പഴകിയില്ലെന്ന് ഞാൻ അവൾക്ക് ഒരു ഉമ്മ നൽകി. മലയാളിക്ക് മറക്കാൻ കഴിയാത്ത ഒരു കാലം. പ്രകൃതി കൂടി അതിൻ്റെ മനോഹരമായ സുന്ദരമായ മുഖം കാണിക്കുമ്പോൾ മലയാളിക്ക് ഓണം എന്ന സങ്കല്പത്തിൽ നിന്നും മാറി നിൽക്കാനാവുമെന്ന് തോന്നുന്നില്ല. ഓണത്തെക്കുറിച്ചുള്ള എൻ്റെ ഇന്നത്തെ സങ്കല്പം ആ പഴയ കാലത്തെ സങ്കല്പത്തിൽ നിന്ന് വ്യത്യാസപ്പെട്ടിരിക്കുന്നു. കാരണം മലയാളി ഓണത്തിൽ നിന്ന് അകന്നു പോവുകയും ഓണവും ഒരാഘോഷ ദിനം മാത്രമായി മാനസികമായി മാത്രമല്ലാതെ മറ്റ് സാമ്പത്തിക അവസ്ഥയ്ക്കനുസരിച്ച് ഓണം ആഘോഷിക്കുന്ന ഒരവസ്ഥയിലേക്ക് പൂവ് വാങ്ങുന്നു. അന്യഭാഷയിൽ നിന്ന് അന്യനാട്ടിൽ നിന്ന് കിട്ടുന്ന ഏതൊരു വസ്തുവും തൻ്റെ സാമ്പത്തിക അവസ്ഥയ്ക്ക് അനുയോജ്യമായ വിധത്തിൽ വാങ്ങി ഉപയോഗിക്കുന്ന ഒരു കാലമാകുന്നു. പട്ടിണി, ദാരിദ്ര്യം എന്നിവയില്ലാത്തൊരു കാലം ആയതുകൊണ്ട് തന്നെ എല്ലാ ദിവസവും ഓണമായി ആഘോഷിക്കുന്ന മലയാളി ഏറ്റവും പ്രിയപ്പെട്ടവരോടൊപ്പം ഓണം ആഘോഷിക്കാനുള്ള ഈ അവസരം നമ്മുടെ പ്രിയപ്പെട്ട പ്രേക്ഷകരോട് ഒരു ചെറിയ കവിത പങ്കുവെക്കുന്നു. ഈ കവിതയിൽ ഓണം ഉണ്ടാവണമെന്നില്ല, പക്ഷേ മലയാളം ഉണ്ട്. ആശാനും വെള്ളത്തോളും വയലോപ്പിള്ളിയും വയലാറും ചങ്ങമ്പുഴയും പിയും ജിയും പൂവിട്ടൊരു മലയാളം. സ്വർഗത്തേക്കാൾ സുന്ദരമല്ലേ, സ്വപ്നത്തോളം പ്രിയമല്ലേ, അവിടെ ഇരുന്നിട്ടങ്ങേരിങ്ങേൽ സ്വാർത്ഥത എന്തൊരു ഗതികേട്. ആശാനും വെള്ളത്തോളും വയലോപ്പിള്ളിയും വയലാറും ചങ്ങമ്പുഴയും പിയും ജിയും പൂവിട്ടൊരു മലയാളം. സ്വർഗത്തേക്കാൾ സുന്ദരമല്ലേ, സ്വപ്നത്തോളം പ്രിയമല്ലേ. പ്രജാസ്നേഹിയായ മഹാബലിയെ പാതാളത്തിലേക്ക് അയച്ച് തൻ്റെ
പ്രജകളുടെ ക്ഷേമം അന്വേഷിക്കാനായി ആ മഹാബലി എത്തുന്ന ഓണസങ്കല്പം, ആ സങ്കല്പത്തിൽ നമ്മൾ മനുഷ്യർ കുറച്ചുകൂടി ആത്മാർത്ഥമായി തൻ്റെ സഹജീവികളെ സ്നേഹിക്കണം. ആ സമയത്തിന്, ആ കാലത്തിന് സമർപ്പിച്ചുകൊണ്ട് ഒരു ചെറിയ കോട്ട കൂടി. എല്ലാവരും ഇല്ലാത്തോണം എന്തോണം പിന്നെന്തോണം, എല്ലാവരും ഇല്ലാത്തോണം എന്തോണം പിന്നെന്തോണം, ഊഞ്ഞാലിലാടാത്തോണം ഊരാകെ കാണാത്തോണം, എന്താവണം വല്ലാത്തോണം. ഇത് ഒരു സർക്കാർ രൂപത്തിലാണ് പറയുന്നതെങ്കിലും ഈ ചിന്ത ഒരു മലയാളിയായ കവി പാരമ്പര്യത്തിൻ്റെ പിന്നിൽ നിൽക്കുന്ന സത്യചന്ദ്രൻ പൊയ്ക്കാവൂ എന്ന എൻ്റെ മനസ്സിൻ്റെ വേദന കൂടിയാണ്. നീയും ഞാനും ഒന്നിക്കാത്ത പൂക്കളത്തിൽ ഞാൻ മഹാബലി, നീയും ഞാനും ഒന്നിക്കാത്ത പൂക്കളത്തിൽ ഞാൻ മഹാബലി, മനസ്സിലില്ലാത്ത പൂവുകൾ മുറ്റത്തിട്ടു ഉണക്കുന്നു മലയാളി, മനസ്സിലില്ലാത്ത പൂവുകൾ മുറ്റത്തിട്ടുണക്കുന്നു മലയാളി, നന്മയുള്ളവർക്കെന്നും ഹൃദയത്തിൽ വിരിയും മണമുള്ള നിറമുള്ള പൂവുകൾ, നന്മയുള്ളവർക്കെന്നും ഹൃദയത്തിൽ വിരിയും മണമുള്ള നിറമുള്ള പൂവുകൾ, ഏകാന്തതയ്ക്കൊരു പേര് നൽകാം എന്നിൽ നീ പൂക്കും നിമിഷമെന്ന്, ഏകാന്തതയ്ക്കൊരു പേര് നൽകാം എന്നിൽ നീ പൂക്കും നിമിഷമെന്ന്. എല്ലാവർക്കും എല്ലാ മലയാളികൾക്കും എല്ലാ സുഹൃത്തുക്കൾക്കും ഓണാശംസകൾ അറിയിക്കുന്നു. ഓണം പിന്നെയും വന്നു. കഴിഞ്ഞ വർഷം ഒരുപാട് ദുരന്തങ്ങളും സങ്കടങ്ങളുമൊക്കെ നമുക്ക് ചുറ്റുമുണ്ടായിരുന്നു. ഒരു തുമ്പപ്പൂ കാണുമ്പോഴും, ഒരു വെയിൽ കാണുമ്പോഴും, ഒരു പൂക്കളം കാണുമ്പോഴുമൊക്കെ വീണ്ടും നമ്മൾ പ്രതീക്ഷാനിർഭരരാകുകയും ജീവിക്കുകയും ചെയ്തു തുടങ്ങുന്നു. ഇനി ഞാൻ ഓണത്തിനെ കുറിച്ചുള്ള ഒരു കവിത ചൊല്ലാം. മഴച്ചേല മുടി മിന്നൽ തിറയാടീറയത്തും കനലൂതിക്കെടുത്തുന്നെന്നടുപ്പിലും നീ ചെറുതോടു പടി കേറി പനിപ്പായ മടക്കുമ്പോൾ ഇടിവെട്ടിച്ചിരിക്കുന്നുണ്ടിരുട്ടും കൂടി ഓലമേഞ്ഞ കൂര പൊന്തി കാലൊടിഞ്ഞു പറക്കുമ്പോൾ പട്ടിണിയും ചുട്ടു തിന്നാൻ ബാക്കിയില്ലാതായി ആടി നിന്നെ പേടിയായിട്ടാധികൂടി തൊട്ടിലിലെ പീലി പോലും വിറച്ചാർത്തു കരഞ്ഞിടുന്നു. മുത്തിയമ്മ മുടിയുടെ കെട്ടഴിച്ചു വിടർത്തുന്നു, തുപ്പിടുന്നു ചൊരുക്കുന്നോരടയ്ക്കാത്തുണ്ട്. കാലമാറ്റിലൊഴുകിപ്പോയി മാമലയിൽ വെയിലായി നാടുനീളെ അണിത്തുമ്പപ്പൂക്കുട നീർത്തി. ചിരിക്കുമ്പോൾ പുഴുപ്പല്ലു തിളങ്ങുന്ന മുത്തിയുടെ ഒരു മകൾ കുഴമണ്ണിൽ പൂത്തറ കെട്ടി. കരിങ്കാക്ക പൂവിനെയും മലരിയും ചെമ്പരത്തി പല വക പൂവു കൂട്ടിപ്പൂക്കളമിട്ടു. കതിരാടും വയലിലെ കതിർപാതിയവിലായി അടചുട്ടു പാള കീറിപ്പറമ്പു തോറും. അരി പുന്നൽ അരവെല്ലം പായസത്തിൻ മധുരമായി ഇനിയൊന്നു പാട്ടുപാടാം രസിച്ചിരിക്കാം. ഉതിർന്നെല്ലും പൂക്കളുമായി ഉയലാടും മനസ്സുണ്ട്, ഉണരുവാനുയിരുണ്ട് വേലയുമുണ്ട്. കുടിക്കാനും കഴിക്കാനും ചിരിക്കാനും കളിക്കാനും ചിതമുണ്ടേലോണമുണ്ട് ചിങ്ങവുമുണ്ട്. ചിതമുണ്ടേലോണമുണ്ട് ചിങ്ങവുമുണ്ട്. വെയിലേറ്റു വിശപ്പാറി അരുമകൾ രസിക്കുമ്പോൾ ഇതുതന്നെ ഓണമെന്ന് അരുളപ്പാടായി. ഇതുതന്നെ ഓണമെന്ന് അരുളപ്പാടായി. എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ.
എല്ലാവർക്കും നമസ്കാരം. ഓണക്കാലമാണ്. കേരളം ഓണത്തിൻ്റെ ആഘോഷ തിമിർപ്പിലാണ്. ഓണം നമുക്ക് ഒരു ഓർമ്മയാണ്. സമ്പൽ സമൃദ്ധമായ എല്ലാവർക്കും എല്ലാം ഉണ്ടായിരുന്ന ഒരു കാലത്തെക്കുറിച്ചുള്ള ഒരു ഓർമ്മയാണ് ഓണം. ജനാധിപത്യവും മതേതരത്വവും സോഷ്യലിസവും ഒരുപോലെ സമന്വയിക്കുന്ന ഒരു ആഘോഷം ഓണം പോലെ കേരളീയന് മറ്റൊന്ന് ഇല്ല. അതുതന്നെയാണ് ഓണത്തെ ഹൃദയപൂർവ്വം സ്വീകരിക്കാനും ഓണത്തെ സന്തോഷത്തോടെ ജാതിമത ഭേദമന്യേ ആഘോഷിക്കാനും എല്ലാവർക്കും തോന്നുന്നതിൻ്റെ പ്രധാനപ്പെട്ടൊരു കാരണം. ഓണത്തെ ഏറ്റവും പ്രസക്തമാക്കുന്നത് നന്മയെ ഏത് പാതാളത്തിലേക്ക് ചവിട്ടി താഴ്ത്തിയാലും, അങ്ങനെയുണ്ടല്ലോ, നന്മയെ ഏത് പാതാളത്തിലേക്ക് ചവിട്ടി താഴ്ത്തിയാലും 1000 കരുത്തോടുകൂടി 1000 പൂക്കളുടെ പുഞ്ചിരിയോടുകൂടി നന്മ തിരിച്ചു വരും എന്നുള്ളതാണ് ഓണത്തിൻ്റെ ഏറ്റവും വലിയ ഒരു പ്രസക്തിയും സന്ദേശവും. കൊയിലാണ്ടിയിലെ നവമാധ്യമ രംഗത്ത് ശ്രദ്ധേയമായ ഇടപെടൽ നടത്തുന്ന കെ ഫയലിൻ്റെ ആഭിമുഖ്യത്തിലാണ് ഈ കവി സമ്മേളനം നടക്കുന്നത്. കെ ഫയലിൻ്റെ എല്ലാ പ്രേക്ഷകർക്കും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ നേർന്നുകൊണ്ട് ഞാൻ 1-2 ചെറിയ കവിതകൾ വായിക്കുകയാണ്. ആദ്യം വയനാടിനെ കുറിച്ച് തന്നെയുള്ള ഒരു കവിതയാവട്ടെ. ഓണം വയനാടിനെ ഓർമ്മിച്ചുകൊണ്ടാണല്ലോ ഇത്തവണത്തെ നമ്മുടെ ആഘോഷങ്ങൾ നടക്കുന്നത്. മോഹം എന്നാണ് കവിതയുടെ പേര്. കറുത്തിരുണ്ട കൊടും കാടുകൾ കൂറ്റൻ കുന്നുകളുടെ കരിങ്കൽ തുറുങ്കിൽ ഒരു ഭ്രാന്തൻ നദിയെ തളച്ചിട്ടിട്ടുണ്ട്. കൂറ്റൻ കുന്നുകളുടെ കരിങ്കൽ തുറുങ്കിൽ ഒരു ഭ്രാന്തൻ നദിയെ തളച്ചിട്ടിട്ടുണ്ട്. അതിനാൽ കുന്ന്, കാട് എന്നിവയിലേക്ക് നീ നിൻ്റെ മോഹങ്ങളെ മേയാൻ വിടരുത്. അതിനാൽ കുന്ന്, കാട് എന്നിവയിലേക്ക് നീ നിൻ്റെ മോഹങ്ങളെ മേയാൻ വിടരുത്. മറ്റൊരു കവിത വിഷക്കടൽ എന്നാണ് കവിതയുടെ പേര്. വിഷക്കടൽ. ഇതൊരു പൂന്തോട്ടമല്ല, കാഴ്ചയ്ക്കുമപ്പുറത്ത് ഏതോ തീരത്തിലണയുന്ന വർണ്ണക്കടലാണ്. ഇതൊരു പൂന്തോട്ടമല്ല, കാഴ്ചയ്ക്കുമപ്പുറത്ത് ഏതോ തീരത്തിലണയുന്ന വർണ്ണക്കടലാണ്. മനസ്സ് ആടുകയാണ് മയിൽ പോലെ, പൂപ്പുഞ്ചിരി പെയ്യുകയാണ് മഴ പോലെ. മടങ്ങാനൊരുങ്ങുമ്പോൾ പൂക്കൾ കൂട്ടത്തോടെ വിളിച്ചു പറഞ്ഞു, ഞങ്ങൾക്കൊരു ശലഭത്തെ തരൂ, ഞങ്ങൾക്കൊരു കിളിയെ തരൂ. മടങ്ങാനൊരുങ്ങുമ്പോൾ പൂക്കൾ കൂട്ടത്തോടെ വിളിച്ചു പറഞ്ഞു, ഞങ്ങൾക്കൊരു ശലഭത്തെ തരൂ, ഞങ്ങൾക്കൊരു കിളിയെ തരൂ. കണ്ണീരിൻ്റെ ഇടർച്ചയുള്ള ആ യാചനയ്ക്ക് മുകളിൽ തിരയടിക്കുകയാണ്. ഓണം എന്നത് മലയാളിയുടെ ഒരു പൊതുവികാരമാണ്. ലോകത്തിൻ്റെ ഏത് കോണിലായാലും, ഏത് സമൃദ്ധിയിലും, എത്ര ഉന്നതമായ പദവിയിലായാലും ഓണക്കാലത്ത് ഏതൊരു മലയാളിയാണോ അവർക്ക് ഒരു ഗൃഹാതുരത്വത്തിൻ്റെ പിടിയിൽ അകപ്പെടുമെന്നുള്ളതിൽ യാതൊരു സംശയമില്ല. അത് തന്നെയാണ് ഓണത്തിൻ്റെ പ്രസക്തിയും. കാറും കോളും ഒഴിഞ്ഞ കർക്കിടകത്തിൻ്റെ ആ ഒരു സങ്കടപ്പാടുകളും കണ്ണീരും ഒക്കെ തുടച്ച് പ്രകൃതിയും മനുഷ്യരും സർവ തിര്യക്കുകളും ഓണവെയിലിൻ്റെ ചൂടും പ്രകാശവും ഉൾക്കൊണ്ട് ജീവിതത്തിൻ്റെ പ്രസാദാത്മകമായ അനുഭൂതികളെ ആവേശത്തോടെ ഉന്മാദത്തോടെ ആശ്ലേഷിക്കുന്ന ഒരു മുഹൂർത്തം കൂടിയാണ് ഈ ഓണക്കാലം. നമുക്കറിയാം, നമ്മളിന്ന് വലിയ സമാനതകളില്ലാത്ത ഒരു ദുരന്തമൊക്കെ താണ്ടി
അതിൻ്റെ അതിരഴാത്ത വേദനകളും സങ്കടങ്ങളും നഷ്ടങ്ങളുമെല്ലാം ഹൃദയത്തിൻ്റെ ഒരു കോണിൽ ഒതുക്കി പിടിച്ച് ഒരു പുതിയ വീണ്ടും നമ്മളൊരു ഓണത്തെ വരവേൽക്കുകയാണ്. എത്ര കടപുഴക്കി എറിഞ്ഞാലും വേര് പറിച്ചെറിഞ്ഞാലും എവിടെയെങ്കിലും ഒരു കുഞ്ഞു വേരെങ്കിലും ഉണ്ടാകും എന്ന പ്രതീക്ഷയാണ് ജീവിതം. ആ പ്രതീക്ഷകളില്ലെങ്കിൽ ജീവിതമില്ല. ആ ഒരു പ്രതീക്ഷയോടെയാണ് നമ്മൾ മലയാളികൾ ഒറ്റക്കെട്ടായി ഒരേ മനസ്സോടെ നമ്മുടെ ഓരോ ദുരന്തങ്ങളെയും നമ്മൾ അതിജീവിക്കുന്നത്. നമ്മുടെ ഓണം എന്ന ഈ ഒരു മിത്തിൻ്റെ അത് നമുക്ക് തരുന്ന സന്ദേശവും അതിൻ്റെ ദർശനങ്ങളും ഈ ഒരു സ്നേഹം, സഹോദര്യം, ഒരുമ, സമത്വം, ഇതൊക്കെയാണ് ഓണം നമ്മളെ പഠിപ്പിച്ചു തരുന്നത്. അല്ലെങ്കിൽ ഓണം നമ്മളെ ഓർമ്മപ്പെടുത്തുന്നതും ഇതൊക്കെ തന്നെയാണ്. വർത്തമാനകാലം ഒരുപാട് സമൃദ്ധവും ധാരാളിത്തവും ഒക്കെ ഉള്ളതാണെങ്കിൽ കൂടിയും പഴയ ഓണത്തിൻ്റെ ഓർമ്മകളിലാണ് അഭിരമിക്കാനാണ് നമുക്കെന്നും ഇഷ്ടം. അപ്പോൾ എന്തുതന്നെയായാലും ഓണം എന്നത് മലയാളിക്കെന്നും നിറഞ്ഞ പൂക്കളം പോലെ നിറങ്ങളുടെ, നിറവിൻ്റെ, സമൃദ്ധിയുടെ, സന്തോഷത്തിൻ്റെയൊക്കെ നിമിഷങ്ങളാണ് സമ്മാനിക്കുന്നത്. അതുകൊണ്ട് തന്നെ എല്ലാ പ്രേക്ഷകർക്കും എൻ്റെ ഓണാശംസകൾ. കെഫയറിന് എൻ്റെ സ്നേഹം നിറഞ്ഞ ഓണാശംസകൾ. നന്ദി. ഓണവുമായി ബന്ധപ്പെട്ടിട്ടുള്ളതല്ലെങ്കിലും ഞാനൊരു ചെറിയ കവിത ഇവിടെ ചൊല്ലുകയാണ്. കവിതയുടെ പേര് ജലത്തിൻ്റെ നാനാർത്ഥം. ഓരിലത്തുമ്പിലൊരു മുത്തുപോൽ ഞാനൊരു പൂവിൻ കപോലത്തിൽ മിന്നി, പുല്ലിൻ്റെ നെറുകയിലായിരം വർണ്ണങ്ങൾ ഇഴനെയ്ത ക്ഷണികമാം സൗന്ദര്യസാരമായി. ഓരിലത്തുമ്പിലൊരു മുത്തുപോൽ ഞാനൊരു പൂവിൻ കപോലത്തിൽ മിന്നി, പുല്ലിൻ്റെ നെറുകയിലായിരം വർണ്ണങ്ങൾ ഇഴനെയ്ത ക്ഷണികമാം സൗന്ദര്യസാരമായി. ഇരുമിഴിക്കോണിലൂടൂർന്നൊരു നെഞ്ചകം പൊള്ളിത്തപിച്ചൊരു ലാവയായി, വരളുമൊരു രസനയിൽ അന്ത്യോദകത്തിൻ പ്രസാദമായി. ഉയിരിൻ്റെ ശങ്കിൽ നിന്നിറ്റിറ്റി വീഴുമൊരലിവിൻ്റെ തീർത്ഥമായി. ജീവബീജത്തിൻ്റെ ഉറവയായി തുള്ളിത്തുളുമ്പുമൊരു പ്രണയമായി. സ്നേഹമായി, അമൃതമായി, തണുവായി, കുളിരായി, വെൺചില്ലൊളിയായി, കലിയും കലിപ്പുമായി ഒഴുകുമൊരു പുഴയായി. അക്ഷരപ്പിച്ച നടന്ന വെൺതിട്ടിനെ തോറ്റിയുണർത്തുമൊരാത്മബോധനമായി. അക്ഷരപ്പിച്ച നടന്ന വെൺതിട്ടിനെ തോറ്റിയുണർത്തുമൊരാത്മബോധനമായി. കണ്ണീരും കിനാവും കബന്ധങ്ങളും പേറി പതിതയായി നിർമ്മമമാകുമൊരു മഹാമൗനമായി. അറിവായി, മുറിവായി, മൃതിയായിരുണ്ടു നീ, മണ്ണിൻ്റെ പച്ചമാംസത്തെ പിളർന്നൊരു മലമുടി ചീന്തി എറിഞ്ഞുറഞ്ഞാടി. ജീവൻ്റെ വേരു പറിച്ചെറിഞ്ഞ് കരൾ ചീന്തി ചുടുചോര മോന്തി കുടിച്ചലറും കൽപ്പാന്തകാല പ്രചണ്ഡ പ്രവാഹമേ. ആദിമധ്യാന്തങ്ങൾ ഭേദിച്ചു പിന്നെയും മർത്യമേധസ്സിൻ കരുത്തിലുറവായി നീ. ആദിമധ്യാന്തങ്ങൾ ഭേദിച്ചു പിന്നെയും മർത്യമേധസ്സിൻ കരുത്തിലുറവായി നീ. അലിവിൻ്റെ ഉപ്പലിഞ്ഞൊരു തുള്ളി സേതമായി, അലിവിൻ്റെ ഉപ്പലിഞ്ഞൊരു തുള്ളി സേതമായി. നമസ്കാരം. നമസ്കാരം. ഞാൻ കരുണാകരൻ, കലമംഗലത്ത്, കൊയിലാണ്ടി മേലൂർ സ്വദേശിയാണ്. ചെറിയ നവമാധ്യമങ്ങളിലൂടെയൊക്കെ എഴുതുന്നൊരു ശീലമുണ്ട്. അപ്പോൾ പുതിയ തലമുറേൻ്റെ പഴയ തലമുറേൻ്റെ ഓണസങ്കല്പങ്ങൾ പറ്റിയൊക്കെ വളരെയധികം വ്യത്യാസമുണ്ട്. അപ്പോൾ ഞാനിവിടെ എൻ്റെ ബാല്യകാലത്ത് അനുഭവിച്ച ഓണത്തിൻ്റെ ചില ചെറിയ സ്മരണകളാണ് ഇവിടെ അവതരിപ്പിക്കുന്നത്. പൂവിളി പൂവിളി പൊന്നോണമായി. വിദൂര ബാല്യത്തിൻ്റെ ഓണസ്മരണകൾ ഒരിക്കൽ കൂടി മറവിയുടെ ചെതുമ്പലുകൾ പൊഴിക്കുമ്പോൾ ഉള്ളിൽ വിരിയുന്ന തുമ്പപ്പൂക്കളുടെ വിശുദ്ധിയാർന്ന ഗൃഹാതുരത്വം. നേരം വെളുത്തു കിട്ടാൻ അക്ഷമയോടെ കോഴി കൂവാൻ ഉറങ്ങാതെ കാത്തിരുന്ന ബാല്യം. ആദ്യമുണരുന്നയാൾ അടുത്ത ആളിൻ്റെ വീട്ടുപടിക്കൽ ആവർത്തിക്കുന്ന കോഴി കൂവൽ. എല്ലാവരും എത്തിക്കഴിഞ്ഞാൽ മഞ്ഞോ മഴയോ പരിഗണിക്കാതെ പൂ പറിക്കാനുള്ള ഓട്ടം. നിലാവ് കണ്ട് പലപ്പോഴും നേരം വെളുത്തതാണെന്ന് തെറ്റിദ്ധരിച്ച് കുറുക്കന്മാരുടെ കൂട്ടത്തിന് മുന്നിൽ പെട്ടിട്ടുണ്ട്.
ആക്രമിക്കാൻ ഒരുങ്ങുന്ന അവയെ സധൈര്യം നേരിട്ടിട്ടുണ്ട്. വാശിയോടെ പൂക്കൂട നിറയ്ക്കുന്ന തുമ്പപ്പൂക്കൾ, മഞ്ഞപ്പൂ, കാക്കപ്പൂ എന്നിവ. വീട്ടിലെത്തിയാൽ തൃക്കാക്കരാപ്പന് കുട ചൂടിക്കാൻ ചെമ്പരത്തിപ്പൂവ്, കുമ്പളപ്പൂവ് എന്നിവ വീട്ടുപറമ്പിൽ നിന്നും. അത് കഴിഞ്ഞ് അമ്പലക്കുളത്തിൽ ചാടി മറിഞ്ഞ് കുളം കലക്കിയതിന് ആരുടെയൊക്കെ വഴക്കും പ്രാക്കും. വീട്ടിലെത്തി പൂക്കളം തീർത്ത് 5 കിലോമീറ്റർ സ്കൂളിലേക്ക് ടീച്ചറുടെ ചൂരൽ ഭയന്ന് നിർത്താതെയുള്ള ഓട്ടം. പലപ്പോഴും ഉച്ചയ്ക്ക് പച്ചവെള്ളം മാത്രം കുടിച്ച് വൈകുന്നേരമാകാൻ അക്ഷമയോടെ കാത്തിരിക്കുന്നു. ഓടിക്കിതച്ച് വീട്ടിലെത്തി എന്തെങ്കിലും കഴിച്ച് വീണ്ടും പൂ പറിക്കാനുള്ള തിടുക്കം. വൈകിട്ട് പാമ്പൻ പുറ്റുകളെ പോലും വകവയ്ക്കാതെ കുറ്റിക്കാടുകളിൽ നിന്ന് വിവിധ നിറങ്ങളിലുള്ള അരിപ്പൂ പറിക്കൽ. സ്കൂൾ ഒഴിവ് ദിവസങ്ങളിൽ പൂക്കളം തീർക്കൽ ശരിക്കും മത്സരം തന്നെയായിരിക്കും. ഇതിനിടയിൽ പലപ്പോഴും തർക്കം മൂത്ത് കൂട്ടുകാരുമായി തല്ലുകൂടൽ. എന്നിട്ടും ഞങ്ങൾ തമ്മിൽ ഒരു കാലത്തും പരസ്പരം വിദ്വേഷമോ പകയോ ഉണ്ടായിരുന്നില്ല. വറുതിയുടെ നാളുകൾ താണ്ടി കടന്നു വരുന്ന പൊന്നോണത്തിനായി ഒരിക്കലും കിട്ടാനിടയില്ലാത്ത ഓണക്കോടികൾ സ്വപ്നം കണ്ട് മനുഷ്യരെല്ലാവരും ഒന്നുപോലെ ദരിദ്രർ എന്ന ജീവിതപാഠം അനുഭവിച്ചറിഞ്ഞ് ഈശ്വരാനുഗ്രഹങ്ങളാലും ഗുരുകാരണവന്മാരുടെ കൃപാകടാക്ഷങ്ങളാലും സ്വന്തം അധ്വാനത്താൽ നേടാൻ കഴിഞ്ഞ പരിപൂർണ സംതൃപ്തമായ ഈ വാർദ്ധക്യത്തിൻ്റെ ചാരുകസേരയിൽ കാലുകൾ നീട്ടിവെച്ച് നാട്ടിലെ ഒരിക്കലും ഇനിയുള്ള കാലങ്ങളിൽ കേൾക്കാനിടയില്ലാത്ത പൂവിളികൾക്ക് കാതോർത്ത് സുഖസ്വപ്നങ്ങളിലേക്ക് വീഴാൻ കൊതിച്ച് അങ്ങനെ എല്ലാ പ്രിയ സൗഹൃദങ്ങൾക്കും പോയി മറഞ്ഞ ഓണദിനങ്ങളുടെ സുഖസ്മരണാശംസകളോടെ കരുണാകരൻ കലാമംഗലത്ത്. K-File ന്യൂസിൻ്റെ എല്ലാ ശ്രോതാക്കൾക്കും എൻ്റെ നന്ദിയും കടപ്പാടും അറിയിച്ചുകൊള്ളുന്നതിനോടൊപ്പം ഹൃദയംഗമായ ഓണാശംസകൾ നേരുന്നു. നമസ്കാരം. ഞാൻ JR ജ്യോതിലക്ഷ്മി, കൊയിലാണ്ടിയാണ് സ്വദേശം. ഓണത്തെക്കുറിച്ച് പറയുമ്പോൾ പണ്ട് കുട്ടിക്കാലമാണ് ഓർമ്മ വരുന്നത്. പൂക്കൊട്ടയും പൂത്തറയും വയലുകളും ഒക്കെ ഓർമ്മ വരിക. നമ്മൾ ഐരാണി പൂക്കൾ, കാക്കപ്പൂക്കൾ, അങ്ങനെയുള്ള പൂക്കളൊക്കെ പറിക്കാൻ വേണ്ടി കുട്ടികളുമായിട്ട് കൂട്ടുകൂടി നമ്മൾ വയലുകളും മലകളും ഒക്കെ കയറി ഇറങ്ങിയൊരു കാലം ഉണ്ടായിരുന്നു. ഇന്നത്തെ കുട്ടികളെ പറ്റി ആലോചിക്കുമ്പോൾ അവർക്കതൊക്കെ വലിയ നഷ്ടം തന്നെയാണ്. പിന്നെ നമുക്കും ഓരോ ദിവസം കൂടുന്തോറും ഓണം ഒരാഘോഷം ആണെങ്കിൽ കൂടിയും എല്ലാം ഇൻസ്റ്റൻ്റ് ആയൊരു കാലമാണ്. പൂക്കളം വരെ ഇപ്പം നമുക്ക് വാങ്ങാൻ കിട്ടുന്നൊരു കാലം. പൂവ് ഒക്കെ വരവ് പൂക്കളായി. നാട്ടിലുള്ള പൂക്കളൊക്കെ വെറുതെയായി. ഓണത്തപ്പനില്ല, പൂക്കുടയില്ല. ഇങ്ങനെയൊക്കെ ഓണം കടന്നു പോകുമ്പം ഓണത്തെക്കുറിച്ച് ഞാൻ എഴുതിയ 2 വരി കവിത ഞാൻ നിങ്ങൾക്ക് വേണ്ടി ആലപിക്കുകയാണ്. നാട്ടുപൂക്കളുടെ ദുഃഖം എന്ന കവിതയിലുള്ള ഏതാനും വരികൾ. മറന്നുവോ ഓണമേ നിനക്കായി മറക്കാതെ വിരിഞ്ഞ ഈ കാക്കപ്പൂവിനെ, തുമ്പപ്പൂവിട്ടു തൃക്കാക്കരപ്പനെ ഇമ്പത്താൽ പൂജിക്കുമ്പോൾ ചന്തത്തിനിത്തിരി കാക്കപ്പൂ വേണ്ടാതായോ? പൂവേ പൊലി പാടിയാലും പൂക്കളെയുണർത്തിയില്ല, പൂവിളിമേളത്താൽ പൂക്കളിറുത്തിയില്ല. പിച്ചിയും മുക്കുറ്റിയും സങ്കടം ചൊല്ലിയപ്പോൾ പൂത്തുമ്പിപ്പെണ്ണിൻ്റെ കണ്ണുകൾ നിറഞ്ഞുപോയി. കുമ്പളപ്പൂക്കളെല്ലാം മുഖം കുമ്പിട്ടിരിപ്പാണെന്ന് പൂമ്പാറ്റക്കുഞ്ഞുങ്ങൾ മുല്ലയോടോതി പോലും. വർണ്ണപ്പുടവയും സദ്യയും മറുനാടൻ പൂക്കളുമായി നാടുനീളെ നാട്ടുകാർ ആചരിച്ചു ഓണം മോദമോടെ. ഉള്ള മണ്ണിൽ മുളപൊട്ടി ഉള്ളുണർന്നു പൂവിട്ട നാട്ടുപൂക്കളാം ഞങ്ങളെ മറന്നുപോയി പൂക്കളം. വന്നു ചേരുമൊരു നാൾ പൂവേ പൊലി പാടിക്കൊണ്ട് ഉണ്ണികൾ ഞങ്ങളെ പൂവട്ടയിൽ നിറയ്ക്കും ദിനം. ജീവിതമാ മത്സരത്തിൽ കാലമെത്ര മാറിയാലും ഓണനാളിൻ വരവിനായി കാത്തിരിക്കും ഞങ്ങൾ നാട്ടുപൂക്കൾ.